ഈ എയർ ഇന്ത്യ സമരം ഗൾഫിലേക്കുള്ള വിമാന സർവീസുകളെ മാത്രമല്ല ബാധിച്ചിട്ടുള്ള ഗൾഫിൽ നിന്ന് നാട്ടിലേക്കുള്ള സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട്. അരുൺ പാറാട്ട് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, അവിടെ നിന്നുള്ള എത്ര സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്? എന്താണ് സാഹചര്യം? വേണു, ഗൾഫിൽ നിന്നുള്ള യാത്രക്കാരും വലിയ തോതിൽ തന്നെയാണ് ഈ ഒരു സമരം മൂലം ബുദ്ധിമുട്ട് ആയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് എയർ ഇന്ത്യ ജീവനക്കാർ ഇത്തരത്തിൽ ദില്ലിയിൽ പണിമുടച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ യു എയിലെ എയർപോർട്ടുകളിൽ നിന്നെല്ലാമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് റദ്ദായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ദുബായിൽ നിന്ന് കോഴിക്കോട്, അമൃത്സർ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലെ സർവീസുകൾ, അതോടൊപ്പം തന്നെ ഷാർജ എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സർവീസ് ഒക്കെ റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അബുദാബിയിൽ നിന്ന് കണ്ണൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ സർവീസ് റദ്ദാക്കിയതായും അറിയിപ്പ് വന്നിട്ടുണ്ട്. യു എയിലെ എയർപോർട്ടുകളായിട്ടുള്ള ഷാർജ, ദുബായ്, അബുദാബി, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്ന് നമുക്കറിയാം 30ഓളം സർവീസുകളാണ് ഇവിടെ നിന്ന് ഒരു ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്നത്. ഇത്തരത്തിൽ എല്ലാ എയർപോർട്ടുകളിൽ നിന്നുള്ള സർവീസുകളും റദ്ദാക്കിയതായാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇത് ദുബായിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സർവീസുകളെ ബാധിച്ചിട്ടുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. വിമാനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് എത്തി തിരിച്ചു പോകേണ്ടവയാണ്. അതായത് ഇനിയിപ്പോൾ വരും മണിക്കൂറുകൾ മാത്രമാണ് എത്ര വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലാണ് സാഹചര്യം എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. എന്തായാലും വലിയ പ്രതിസന്ധിയായിരിക്കും യാത്രക്കാർക്ക് ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എയർ ഇന്ത്യ ഇതുവരെ യാത്രക്കാർക്ക് മുൻകൂട്ടി ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല എന്നതാണ് വലിയ കാര്യം. അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. മറ്റ് സംവിധാനങ്ങളൊന്നും ഇതുവരെ യാത്രക്കാർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് എയർപോർട്ടിൽ നിന്ന് യാത്രക്കാർ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ്. അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധിയിലാണ് എയർപോർട്ടിൽ ഉള്ളവരും. കാരണം വിസിറ്റ് കാലാവധി തീർന്നവരടക്കം, അടിയന്തര സാഹചര്യങ്ങളിൽ നാട്ടിലെത്തേണ്ടവരടക്കം ഇത്തരത്തിൽ എയർപോർട്ടുകളിൽ കുടുങ്ങിയിട്ടുണ്ട്. വിസിറ്റ് കാലാവധി തീർന്നവർക്കെല്ലാം മറ്റു ദിവസങ്ങളിലേക്ക് ടിക്കറ്റ് മാറ്റി നൽകാമെന്ന് പറഞ്ഞാലും അതിൽ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇവർക്ക് ഇനി വിസിറ്റ് തീർന്നതിനാൽ തന്നെ ഫൈൻ അടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് യാത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, എയർ ഇന്ത്യ അധികൃതർ എന്താണ് ഈ സമരത്തെപ്പറ്റി പറയുന്നത്? എന്തെങ്കിലും ചർച്ചയുടെ സാധ്യതകൾ തെളിയുന്നുണ്ടോ, അതോ വരും ദിവസങ്ങളിലും ഈ പ്രതിസന്ധി തുടരുമെന്നാണോ? വേണു, നിലവിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. 250ഓളം വരുന്ന സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിലെ നിലവിൽ ലീവ് എടുത്ത ഈ പ്രതിഷേധ സൂചകമായുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അലവൻസ് വർദ്ധിപ്പിച്ചു തരണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. എയർ ഇന്ത്യ എക്സ്പ്രസിലെ അധികൃതർ ഇവരുമായുള്ള നടത്തുന്ന ചർച്ച ഒരുപക്ഷെ ഉച്ചയോടുകൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ചില സർവീസുകൾ ആരംഭിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാത്രം ഏകദേശം 8ലധികം സർവീസുകളാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്. ദുബായിൽ നിന്നുൾപ്പെടെ ഷാർജയിൽ നിന്നുൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്താനുള്ളതും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ളതും. ഈ ആളുകളെ ഏറ്റവും പ്രധാനമായി ബുദ്ധിമുട്ടിച്ചത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇത് റദ്ദ് ചെയ്തു എന്നുള്ളതാണ്. പത്തനംതിട്ട, കായംകുളം പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഇവിടെ എത്തിയ ഘട്ടത്തിൽ മാത്രമാണ് അവരോട് പറഞ്ഞത്. അതായത് ഇന്നലെ പുലർച്ചെ ഇറങ്ങിയ ആളുകൾ പോലുമുണ്ട്. മറ്റൊന്ന്, പല ആളുകളുടെയും വിസ കാലാവധി ഇന്ന് അവസാനിക്കുന്നു. അവർ പലർക്കും തിരിച്ചു പോകേണ്ടവരുണ്ട്. അവർക്കൊരു ബദൽ മാർഗം ഒരുക്കുന്നതിന് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അധികൃതർ പരാജയപ്പെട്ടു എന്നൊരു വിമർശനം അവരുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്നു. വലിയ നഷ്ടം അവർക്ക് സംഭവിച്ചേക്കാം. ഒരുപക്ഷെ ജോലി ഉൾപ്പെടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോഴും ഒരു വ്യക്തമായ മറുപടി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ് യാത്രക്കാരെ ചൊടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നൊരു മറുപടിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അലവൻസ് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഈ സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ ആവശ്യം. വേണു, ശരി. കരിപ്പൂരിൽ സമീർ ബിൻ കരീമും തുടരുന്നുണ്ട്. സമീർ, അവിടെ ഈ യാത്ര മുടങ്ങിയവർ ഇപ്പോഴും നിൽക്കുകയാണോ? എന്താണ് അവരുടെ മുന്നിൽ ഇപ്പോഴുള്ള മറ്റു മാർഗങ്ങൾ? വേണു, യാത്ര മുടങ്ങിയ ഏതാനും ചില ആളുകളൊക്കെ തന്നെ അവരുടെ വീട്ടുകളിലേക്ക് മടങ്ങിയ ഒരു സ്ഥിതിയാണുള്ളത്. ഇവിടെ 12 വിമാനങ്ങളാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ മാത്രം മുടങ്ങിയിരിക്കുന്നത്. ഇതിൽ ഉംറ തീർത്ഥാടനത്തിന് പോകുന്ന 40ഓളം ആളുകളുടെ യാത്ര മുടങ്ങി. അതോടൊപ്പം തന്നെ ഈ വിസ കാലാവധി അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ഇന്ന് ടിക്കറ്റ് എടുത്ത ആളുകളുണ്ട്, അവരുടെ യാത്ര മുടങ്ങി. ഇന്റർവ്യൂവിന് പോകേണ്ട ചില ആളുകളുണ്ട്, ആശുപത്രി ആവശ്യങ്ങൾക്ക് പോകേണ്ട ആളുകളുണ്ട്. അങ്ങനെ നിരവധി ആളുകളുടെ യാത്ര മുടങ്ങിയ ഒരു സ്ഥിതിയാണുള്ളത്. ഇവർ പറയുന്നത് ഇവർക്ക് നൽകുന്ന ഒരു ഉപാധി എന്നുള്ളത് ഒന്നുകിൽ റീഫണ്ട് നൽകാം, അതല്ലെങ്കിൽ മറ്റൊരു ദിവസം യാത്ര തുടരാം എന്നുള്ളതാണ്. പക്ഷേ ഇത് രണ്ടും പറ്റാത്ത, അല്ലെങ്കിൽ ഇത് രണ്ടും കഴിയാത്ത ചില ആളുകളുണ്ട്. അവർക്കാണ് വലിയ പ്രതിസന്ധി ആയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല, ഇവർക്ക് ഇന്ന് തന്നെ നിർബന്ധമായി യാത്ര പോകേണ്ട ആളുകൾക്ക് മറ്റൊരു വിമാനത്താവളത്തിൽ, പ്രത്യേകിച്ച് കൊച്ചിയോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കോ എത്തി അവിടുന്ന് യാത്ര തുടരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അവിടേക്ക് യാത്രാ സമയം തന്നെ ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞ വിമാനം പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുന്നേ അവിടെ എത്തേണ്ട ഒരു സമയമുണ്ട്. അങ്ങനെ നിരവധി
നിരവധിയായ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത്. നേരത്തെ മുന്നറിയിപ്പില്ലാതെ കട്ട് ചെയ്തു എന്നുള്ളതാണ് ആളുകളുടെ പരാതിയായി പറയുന്നത്. ഇവിടെ ഇന്ന് രാത്രി പോകേണ്ട ആളുകൾ ഇവിടെ എത്തിയ ആളുകളുണ്ട്. ഇവരുടെ വിമാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി പോകേണ്ട ആളാണോ? അതെ അതെ അതെ, ഇന്ന് രാത്രി പോകേണ്ട ആളാണ്. ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. എന്താണ് ഒഫീഷ്യലായിട്ട് ഇൻഫർമേഷൻ വരുന്നതാണ് ട്രാവൽ ഏജൻസി പറഞ്ഞത്. പക്ഷേ അൻറ്റിൽ നൗ ഒന്നും മെസ്സേജ് ഒന്നും കിട്ടിയിട്ടില്ല. മുടങ്ങോ ഇല്ലേ ഒന്നും അറിയില്ല. അതാണ് വേണു, നേരത്തെ മുടങ്ങിയ ആളുകൾ മടങ്ങിപ്പോയ ആളുകളുണ്ട്, എന്നാൽ രാത്രി പുറപ്പെടേണ്ട ആളുകളുണ്ട്. അപ്പോൾ സമരം തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ യാത്ര മുടങ്ങുമോ എന്നുള്ള ആശങ്കയോട് കൂടി നേരത്തെ തന്നെ വിമാനത്താവളത്തിലെത്തിയ ഇത്തരം ആളുകളൊക്കെ തന്നെ ഇവിടെ ആശങ്കയോട് കൂടി നിൽക്കുകയാണ്. വേണു, ശരി. സമീർ ബിൻ കരീമാണ് കരിപ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.